പുനർജനി പദ്ധതിയിൽ വിദേശത്ത് നിന്ന് ഫണ്ട് കൈപ്പറ്റിയതിൽ വി.ഡി. സതീഷിനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. 11 മാസത്തിന് മുൻപ് നൽകിയ ശുപാർശ രേഖയാണ് ഇന്ന് പുറത്തുവന്നത്. പിന്നാലെ വി.ഡി. സതീഷിനെതിരെ അഴിമതി കേസ് ചുമത്താൻ കഴിയില്ല എന്ന വിജിലൻസ് DIGയുടെ കത്തും പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് രേഖകളും സംബന്ധിച്ച് രാഷ്ട്രീയ വൃത്തങ്ങൾ ആശയക്കുഴപ്പത്തിലായി. രണ്ട് രേഖകളും വ്യത്യസ്ത പശ്ചാത്തലത്തിലെന്നാണ് വിജിലൻസിന്റെ വിശദീകരണം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ രണ്ട് രേഖകളാണ് ഇന്ന് പുറത്തുവന്നത്. രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയ വാർത്തകൾ സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാണ്. പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീഷിനെതിരെ പ്രാഥമിക അന്വേഷണമാണ് വിജിലൻസ് നടത്തിയത്. 11 മാസങ്ങൾക്ക് മുൻപ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ടും CBI അന്വേഷണത്തിനുള്ള ശുപാർശയുമാണ് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. വി.ഡി. സതീശൻ UK-യിൽ പോയി ഫണ്ട് പിരിവ് നടത്തിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതിൽ കേന്ദ്ര നിയമങ്ങളുടെ ചട്ടലംഘനം നടന്നുവെന്നും വിലയിരുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണ ശുപാർശ. 3 കാര്യങ്ങളിൽ CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ശുപാർശയിൽ പറയുന്നത്. FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിന് അനുമതി വാങ്ങി UK-യിൽ പോയി ഫണ്ട് പിരിവ് നടത്തി, കേരളത്തിലെ അക്കൗണ്ടിലേക്ക് ഫണ്ട് എത്തിച്ചതിലെ ക്രമക്കേട്, ഇതാണ് അന്വേഷിക്കണമെന്ന് ശുപാർശയിൽ പറയുന്നത്. ഇതിനൊപ്പം നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം സ്പീക്കറുടെ നടപടിക്കും ശുപാർശയുണ്ട്. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കെയാണ് ശുപാർശ നൽകിയത്. ഈ വിവരം പുറത്തുവന്നതിന് പിന്നാലെ വിജിലൻസ് DIG ആയിരുന്ന K. കാർത്തിക് പുനർജനി ഫണ്ട് കേസ് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ കത്തും പുറത്തുവന്നു. സ്പീക്കർക്ക് നൽകാനുള്ള സ്പഷ്ടീകരണ റിപ്പോർട്ടിന് വേണ്ടിയുള്ള വിശദാംശങ്ങളാണ് ഈ കത്തിലുണ്ടായിരുന്നത്. ഈ രേഖയിൽ വി.ഡി. സതീശന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് വിദേശ പണം വന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. പുനർജനി പദ്ധതിക്കായുള്ള വിദേശ ഫണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ് വന്നതെന്നും പറയുന്നുണ്ട്. വി.ഡി. സതീശനെതിരെ അഴിമതി നിരോധന നിയമം ചുമത്താൻ കഴിയില്ലെന്നും സ്പീക്കർക്കുള്ള ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് സ്പീക്കർ ആഭ്യന്തര വകുപ്പിന് നൽകിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ കത്ത്. എന്നാൽ CBI അന്വേഷണ ശുപാർശ നിലനിൽക്കുമെന്ന് തന്നെയാണ് വിജിലൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം 11 മാസം മുമ്പ് വിജിലൻസ് നൽകിയ CBI അന്വേഷണ ശുപാർശയിൽ സർക്കാർ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.